ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിശ്വാസികളായ ആളുകളോട് സത്യം എത്ര ഉറക്കെ പറഞ്ഞാലും അത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കുകയില്ല. തങ്ങൾ എന്തൊന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതിൽ തന്നെ തൂങ്ങിക്കിടക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. ഭൂലോകത്ത് സത്യവുമായി വരികയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്ത എല്ലാ പ്രവാചകന്മാരുടെയും ജനങ്ങൾ ഇങ്ങനെയുള്ളവരായിരുന്നു. അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടത് മാത്രമാണ് ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കളാവട്ടെ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നു താനും. ഇത്തരത്തിലുള്ള ജനതയുടെ ഉപമയാണ് സൂറ അൽ ബഖറയിലെ 171 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കേൾപ്പിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്കുമുൻ ഉംയും ഫഹും ലാ യഅഖിലൂൻ. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ച് ഗ്രഹിക്കുകയില്ല. അങ്ങേയറ്റം അപകടം പിടിച്ച ചിന്താഗതിയിലൂടെ അന്ധമായ അനുകരണത്തിൽ കടിച്ചു തൂങ്ങി അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കിടന്നാടുന്നവനെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗതുല്യനാണെന്ന് ഈ ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഗ്രഹിക്കുവാനോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉച്ചരിക്കുവാനോ സാധ്യമല്ല. ഇതുപോലെയാണ് അന്ധമായ അനുകരണത്തിനടിമപ്പെടുന്നവരും. നഊദു ബില്ലാഹ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് സുമ്മുൻ ബുക്കുമുൻ ഉംയും ഫഹും ലാ യഅഖിലൂൻ എന്നാണ്. ചെവി കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതിരുന്നാൽ ബധിരനെ പോലെയും, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാതിരുന്നാൽ അന്ധനെ പോലെയും, വാ കൊണ്ട് പറയേണ്ടത് പറയാതിരുന്നാൽ ഊമയെപ്പോലെയുമായി തീരുകയും ചിന്താശക്തിയില്ലാത്ത മൃഗതുല്യരായി ജീവിച്ച് അവസാനം ഏറ്റവും വലിയ അപകടകരമായ അതികഠിനമായ നരകശിക്ഷയിൽ എത്തിച്ചേരുന്ന സങ്കടകരമായ പതനമാണ് അവനെ കാത്തിരിക്കുന്നത്. നാമെല്ലാം ജാഗ്രതയുള്ളവരാകുക, സത്യം മനസ്സിലാക്കി ജീവിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.